Hey, what's up? ഏതൊരു വാഹനപ്രേമിയുടെയും ഒരു പേടി സ്വപ്നമാണ് എൻ്റെ വണ്ടിയിൽ ഡെന്റ് ഉണ്ടാവുക എന്നുള്ളത്. നമ്മൾ എത്ര ശ്രദ്ധിച്ചോടിച്ചാലും ഇങ്ങോട്ട് കൊണ്ടൊന്ന് കയറ്റി ചിലപ്പോൾ പണി കിട്ടാറുണ്ട്. മിക്ക ഓട്ടോ ഫോറങ്ങളിലും അല്ലെങ്കിൽ ഗ്രൂപ്പുകളിലും കാണുന്ന സ്ഥിരം വരുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ക്വറിയാണിത്. അപ്പോൾ ഇതിനെന്ത് കോസ്റ്റ് വരും, അല്ലെങ്കിൽ അതിന് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണം, അങ്ങനെയുള്ള ചോദ്യങ്ങൾ സ്ഥിരമാണ്. അതിന് വരുന്ന റിപ്ലൈ ശ്രദ്ധിച്ചാൽ അറിയാം, പഴയ രീതിയിലുള്ള ടിങ്കറിങ് ആൻഡ് പെയിന്റിങ് ആ രീതിയിലുള്ള കോസ്റ്റാണ് എല്ലാവരും പറയുന്നത്. അതിൻ്റെ കോസ്റ്റ് നല്ല ഹൈ ആയിരിക്കുകയും ചെയ്യും. അത് മിക്കവാറും ഏത് ചെറിയൊരു ഇഷ്യൂ ആണെങ്കിലും അത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുക എന്നുള്ള രീതിയിലാണ് ആൾക്കാരത് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, പലർക്കും ഇപ്പോഴത്തെ ടെക്നോളജി അനുസരിച്ച് ഉള്ള റിപ്പയറിങ്, അതായത് നമ്മുടെ പാനലിലുള്ള ഡെന്റ് റിപ്പയറിങ് പലർക്കും അറിയില്ല, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. നമ്മുടെ പണ്ടത്തെ അംബാസിഡർ അല്ലെങ്കിൽ ഫിയറ്റ്, അതുപോലെ കോണ്ടസ, അങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ കനമുള്ള തകിടാണ്. ആ കനമുള്ള തകിടാണ് ഏറ്റവും നല്ലത് എന്ന് ആൾക്കാർ ഇപ്പോഴും പറയുന്നതിന് കാരണം, ഒരുമാതിരിപ്പെട്ട തട്ടൊന്നും അതിൽ ഏൽക്കില്ല, ചെളുങ്ങില്ല എന്നുള്ളൊരു വിചാരമാണ്. പക്ഷേ ചെറിയൊരു ചളക്കം ഉണ്ടെങ്കിൽ പോലും അത് റിപ്പയർ ചെയ്യൽ മര്യാദയ്ക്ക് നടക്കില്ല. അത് ഒന്നല്ലെങ്കിൽ അത് ആ ഓൾഡ് മെത്തേഡിൽ തന്നെ തല്ലി നിവർത്തി അത് പെയിന്റ് ചെയ്യേണ്ട സ്ഥിതിയാണ് വരുന്നത്. പക്ഷെ മോഡേൺ ബോഡി ബിൽഡ് ചെയ്യുന്ന ടെക്നോളജി അനുസരിച്ച് ഈ തകിടിൻ്റെ കനം കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആൾക്കാരുടെ വിചാരം അത് വെയിറ്റ് കുറയ്ക്കാനും അല്ലെങ്കിൽ കാശ് കുറച്ചുകൂടെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. പക്ഷേ അതല്ല അതിൻ്റെ കാരണം. മെയിനായിട്ട് വെയിറ്റ് കുറയ്ക്കുന്നുണ്ട്, വെയിറ്റ് കുറയ്ക്കാൻ അത് ഉപയോഗിക്കും. എന്നിരുന്നാലും അതിലും പ്രധാനം റിപ്പയർ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. അത് മിക്ക കേസുകളിലും, ഒരുമാതിരിപ്പെട്ട മിക്ക കേസുകളിലും അത് നമുക്ക് റീപെയിൻറ്റിങ് അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാണ്ട് തന്നെ നമുക്കത് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ സവിശേഷത. ഇപ്പോഴത്തെ മെറ്റൽ ശ്രദ്ധിച്ചാൽ അറിയാം, അതിന് മാനുവബിലിറ്റി കുറച്ചുകൂടെ നല്ലോണം ഉണ്ട്. അത് കൂടാണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഷേപ്പ് റിട്ടൻഷൻ. അതായത് നമ്മൾ ആ ഒരു ഷേപ്പിലോട്ട് നമ്മൾ അച്ചിൽ വെച്ച് ആക്കിയെടുത്തതിന് ശേഷം ആ മെറ്റലിന് ഇതൊരു ചെറിയൊരു ഡിഫോമേഷൻ സംഭവിച്ചാലും അത് ആ പഴയ ഷേപ്പിലോട്ട് വരാൻ പെട്ടെന്ന് പറ്റും. ആ പ്രോപ്പർട്ടി ഒരു പരിധി വിട്ടുള്ള തിക്കറായിട്ടുള്ള പാനൽസിന് അത് വളരെ കുറവായിരിക്കും. അത് മോർ തിക്കർ, അത് റിട്ടൻഷൻ വളരെ കുറയും. കൂടാണ്ട് തിക്കായിട്ടുള്ള ആ മെറ്റലിൽ ചിളക്കം വന്നാൽ ആ ചിളക്കത്തിൻ്റെ ആ ഔട്ടർ ഏരിയ, അതിൻ്റെ ആ വരുന്ന ബെൻഡ് കുറച്ചുകൂടെ നല്ല ഷാർപ്പായിരിക്കും ഈ കനം കുറഞ്ഞ മെറ്റലിനേക്കാളും. അപ്പോൾ ആ ഷാർപ്പായിട്ടുള്ള ഒരു കട്ടിങ് വരുമ്പോൾ അവിടെ പെയിൻറ്റ് പൊട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് കനം കൂടിയ തകിടിൽ റീപെയിൻറ്റിങ് വേണ്ടി വരുന്നത് മിക്ക കേസുകളിലും. പഴയ ആ രീതി അനുസരിച്ച് നമ്മൾ റിപ്പയർ ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നോർമൽ ചുറ്റി വെച്ച് നല്ലോണം അടിച്ച് നിവർത്തുക എന്നുള്ളത് തന്നെയാണ് പഴയ രീതി. അത് ഈ കനം കുറഞ്ഞ തകിടിൽ ആ പഴയ മാതിരി വീക്കിയിട്ടുണ്ടെങ്കിൽ അത് ഓരോ, പ്രത്യേകിച്ച് മെറ്റൽ ഒരു ചുറ്റി വെച്ചാണ് അത് അടിക്കുന്നതെന്നുണ്ടെങ്കിൽ, ആ ഓരോ അടിയും ഓരോ ചെറിയ ഡെന്റ് ആവുമ്പോൾ ഫൈനലി ആ സർഫസ് മൊത്തം ഈ ചെറിയ ഡെന്റ് ആയിരിക്കും. ഈ വലിയ ഡെന്റ് നിവർന്നാൽ തന്നെ ചുരുക്കം ആ പാനൽ മാറ്റി വേറെ പാനൽ വെക്കേണ്ട സ്ഥിതി വരും. അത് റിപ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലോട്ട് വരും. നോർമലി ചെയ്യുന്നത്, എന്നിട്ട് അതിൻ്റെ പുറത്ത് പുട്ടിയിട്ട് അതെല്ലാം നിറയ്ക്കും. അങ്ങനെ പുട്ടിയിട്ട് നിറച്ചിട്ടുണ്ടെങ്കിൽ അത് ഭാവിയിൽ എത്ര പുട്ടി കൂടുന്നോ അത്രയും പിടുത്തം കുറവായിരിക്കും ആ പെയിന്റിന്റെ സർഫസിലോട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഴയ ടെക്നോളജി അനുസരിച്ച് ഹാമറിങ് ആണെന്നുണ്ടെങ്കിൽ, പുതിയ ടെക്നോളജിക്ക് പറയുന്ന പേരാണ് PDR, പെയിൻലെസ് ഡെന്റ് റിപ്പയർ എന്ന് പറയും. അതായത് പെയിൻറ്റിങ് ഒഴിവാക്കി ഉള്ള പാനലിനെ നേരെയാക്കി എടുക്കുക. ഡ്രൈ ഡെന്റിങ്
ചിലർ പറയും. ഈ ഡ്രൈ ഡെന്റിങ് ഈ കൺസെപ്റ്റ് വന്നത് ഈ മെറ്റലിൻ്റെ കനം കുറഞ്ഞ ആ ഒരു രീതിയിൽ വണ്ടിയിൽ വന്നതിന് ശേഷമാണ് ഈ ഓട്ടോ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് തന്നെ വന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഇതിനെക്കുറിച്ച് വളരെ ചുരുക്കം പേർക്ക് ഇതിനെക്കുറിച്ച് എല്ലാം അറിവുള്ളൂ. അതായത് ഉപഭോക്താക്കൾ കേരളം വിട്ടാലും ഇന്ത്യയിൽ തന്നെ വളരെ ചുരുക്കമാണ് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉള്ളത്. ഈ ഇങ്ങനത്തെ ചെയ്യുന്ന ഇവിടെ ബാംഗ്ലൂർ ഒന്നോ രണ്ടോ ഷോപ്പുകൾ മാത്രമേ ഉള്ളൂ. പുഷ് ആൻഡ് പുൾ എന്നുള്ള 2 രീതിയാണ് അതിനകത്ത് ചെയ്യുക. ഓരോന്നിനും ഓരോ രീതിയിലുള്ള ടൂൾസാണ് ഉപയോഗിക്കുക. PDRന് ശരിക്കും അതിൻ്റെതായ ഒരു സെറ്റ് ഓഫ് ടൂൾസ് ഉണ്ട്. അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ഉള്ളവർ അതൊരു ഹ്യൂജ് സെറ്റ് ഓഫ് ടൂൾസാണ്. ഓരോ രീതിയിലുള്ള ഡെന്റിനും ഓരോ രീതിയിലുള്ള ടൂൾസാണ് അവർ ഉപയോഗിക്കാത്തത്. ഇന്ത്യയിലൊക്കെ വളരെ കുറവാണ്. പുറത്തൊക്കെ നമ്മളിപ്പോൾ യൂട്യൂബിൽ തന്നെ നോക്കിയാലും ഇഷ്ടംപോലെ വീഡിയോസ് അതിൻ്റെ കിട്ടും. അതൊക്കെ അതൊരു നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ടൂൾസുമാണ്. പക്ഷേ ഒരു നോർമൽ ഒരു ഉപഭോക്താവ് എന്നുള്ള രീതിയിൽ കുറച്ച് സ്വന്തമായിട്ട് ചെയ്യാൻ താല്പര്യമുള്ള അങ്ങനെയുള്ളവർക്കും ഇത് ചെയ്യാം. നമ്മൾ മിക്കവാറും സാധാരണ എപ്പോഴും മേടിക്കാൻ കിട്ടുന്ന ഓൺലൈനായിട്ട് നമ്മളിവിടെയൊക്കെ കാണുന്ന മിക്ക ടൂൾസും പുള്ള് ചെയ്യാനായിട്ടുള്ള ടൂൾസാണ്. അതായത് സക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ടൂൾസ് ഉണ്ട്, ഗ്ലൂ ബേസ്ഡുള്ള ടൂൾസും ഉണ്ട്. ഈ ഗ്ലൂ തന്നെ 2 രീതിയിലുള്ള ഗ്ലൂ ഉപയോഗിക്കുന്നുണ്ട്. ഒരെണ്ണം ഹോട്ട് ഗ്ലൂ വെച്ചിട്ടുള്ള ഇതുണ്ട്, പിന്നെ കോൾഡ് ഗ്ലൂ എന്ന് പറയും. ഗ്ലൂ നമ്മൾ സാധാരണ രീതിയിൽ കാണുന്ന ഗ്ലൂ ഗൺ വെച്ചിട്ട് അതിനകത്ത് റീഫിൽ ഇടുകയാണ് ചെയ്യുന്നത്. മറ്റേ കോൾഡ് ഗ്ലൂ ആയിട്ടുള്ളത് ഒരു തരം പട്ടി പോലെ ഇരിക്കും, ഏകദേശം ഒരു ക്ലേ പോലെ ഇരിക്കും. അത് നല്ല പിടുത്തമാണ് അതിന്. ഹോട്ട് ഗ്ലൂ പോലെ ഓരോ തവണ അത് ചൂടാക്കണ്ട, അത് നമുക്ക് പിന്നെ പറിച്ചെടുക്കാനും എളുപ്പമാണ്. എന്നാൽ അതിന് നല്ല ഗ്രിപ്പിംഗ് പവർ ഉണ്ട് താൻ. പിന്നെ നമുക്ക് സാധാരണ രീതിയിൽ വേണ്ട ഒരു നീളമുള്ള ഹുക്കാണ് വേണ്ടത്. ഒരെണ്ണം നല്ല പിൻ പോയിന്റഡ് ആയിട്ടുള്ള, പിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ പോയിന്റഡ് ആയിരിക്കും, അറ്റം ചെറിയതായിട്ട് റൗണ്ടഡ് ആയിട്ടുള്ള ഒരു പേനയുടെ അറ്റം നിൽക്കുന്ന മെറ്റലിൻ്റെ അങ്ങനെയുള്ള പിൻ പോയിന്റഡ് ആയിട്ടുള്ള ഒരു ഹുക്ക്. പിന്നെ ഒരു ഇതുപോലെ തന്നെയുള്ള നീളമുള്ള ഫ്ലാറ്റ് എൻഡുള്ള ഒരു ഹുക്ക്. അതിൻ്റെ അറ്റം റൗണ്ടഡ് ആയിരിക്കണം, ഫ്ലാറ്റ് ആയിരിക്കണം, അതിൻ്റെ അറ്റം റൗണ്ടഡ് ആയിരിക്കണം. അത് ഷാർപ്പ് എഡ്ജസ് പാടില്ല. പിന്നെ നോർമൽ റൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഹുക്ക്. ഇപ്പോൾ ഒരു സിമ്പിളായിട്ട് ഒരു നോർമൽ രീതിയിൽ ചെയ്യേണ്ടി വരുന്നത് മിക്കവാറും ആ റൗണ്ടഡ് ഹുക്കാണ് മിക്കവാറും വേണ്ടി വരും. അതൊരു ഈ റൗണ്ടഡ് ഹുക്ക് എന്ന് മാത്രമല്ല, അതിന് ചേർന്ന് തന്നെ ഒരു ബെൻഡുണ്ട്. ആ ബെൻഡിന് അത് കഴിഞ്ഞിട്ട് നല്ല നീളമുള്ള ലിവറാണത്. പിന്നെ വേണ്ടത് ഒരു ലൈറ്റ് ബോർഡാണ്. ഒരു ലൈറ്റ് സോഴ്സ് ആണ് അത് ഉദ്ദേശിക്കുന്നത്. ലൈറ്റ് സോഴ്സിൽ ഒരു നീളത്തിനുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള വരകൾ കാണും. നമ്മൾ എന്ത് സാധനം കാണുന്നതും ഒരു സർഫസിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ലൈറ്റ് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് അത് കാണുന്നത്. അത് അൺഈവനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ സർഫസിൽ ചെറിയൊരു അൺഈവൻനെസ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള കുറച്ച് സ്ട്രൈപ്സ് ആ ലൈറ്റ് സോഴ്സിൻ്റെ ഫ്രണ്ടിൽ ഉള്ളത്. ആ ലൈറ്റ് സോഴ്സിൻ്റെ ഫ്രണ്ടിലുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ നമുക്ക് സർഫസിൽ നമ്മൾ സൈഡിൽ നിന്ന് ചെരിഞ്ഞ് നോക്കുമ്പോൾ ആ ബോഡി പാനലിലും സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ആ സർഫസ് ഈവൻ ആണെന്ന് അർത്ഥം. അപ്പോൾ ആ സർഫസിൽ എന്തെങ്കിലും ഒരു ഡിഫക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ലൈനിന് വ്യത്യാസം കാട്ടും. സ്ട്രെയിറ്റ് ആയിരിക്കില്ല. അവിടെ അത് ഒന്നല്ല ചേർന്നിരിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ മാറിയിരിക്കുകയോ ചെയ്യുന്ന രീതിയിൽ ആ സ്ഥലത്ത് മാത്രം കാണിക്കും. അപ്പോൾ ആ ഡെന്റ് ഉള്ള ഭാഗത്ത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ശരിക്കും PDRൽ ചെയ്യുന്നത് അൺഈവൻ ആയിട്ടുള്ള ആ ലൈൻസ് കാണുന്നത് നമ്മളത് നിവൃത്തി ഏകദേശം നേരെ ആവുന്നോടം വരെ ആ പുഷ് ഓർ പുൾ അത് ചെയ്യും. പിന്നെ നമുക്ക് വേണ്ട ഒരു ഹീറ്റ് ഗൺ. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ഹീറ്റ് ഗൺ മതി. ഒരു ചീപ്പായിട്ട് 350 രൂപ 400 രൂപയ്ക്കൊക്കെ നമുക്ക് ഈ ഇലക്ട്രോണിക് ഷോപ്പുകളിലൊക്കെ മേടിക്കാൻ കിട്ടും ആ ഹീറ്റ് ഗൺ. പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കി ഈ തിളച്ച വെള്ളം ഒഴിക്കലും ഇതൊക്കെ കണ്ടുവച്ച് ചുമ്മാ അതുപോലെ ചെയ്യാൻ നിൽക്കരുത്. ഹീറ്റ് ഗൺ വെച്ച് ആ മെറ്റൽ ചൂടാക്കുന്നത് ആ മെറ്റൽ പഴയപടി ആക്കുമ്പോൾ പെയിന്റിന് ക്രാക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കുന്നതാണ്. ആ ക്ലിയർ കോട്ട് പെയിന്റ് ഒന്ന് ചൂടാക്കാൻ വേണ്ടി. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നോർമലി കാണുന്ന പോലെ നല്ലോണം തിളച്ച വെള്ളം എടുത്ത് കോരി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ക്ലിയർ കോട്ട് ചിലപ്പോൾ ഉരുകി പോകും. ആ
ചൂട് അതിന് താങ്ങാവുന്നൊരു മേലെ ആയിട്ടുണ്ടെങ്കിൽ ക്ലിയർ കോട്ട് ചിലപ്പോൾ ഉരുക്കും. പിന്നെ വരുന്നതാണ് ഇപ്പോൾ പുതിയ രീതിയിലുള്ള വരുന്നതാണ് ഇലക്ട്രിക്കലായിട്ടുള്ള മെഷീൻ. പുഷിന് മിക്കവാറും കാണുന്നത് നമ്മൾ ഈ വെൽഡിങ്ങിന് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഹോട്ട് റോഡ് വെച്ചിട്ടാണ് അടിയിൽ നിന്ന് പുഷ് ചെയ്യുന്നത്. അത് പുഷ് ചെയ്യുന്ന ഭാഗത്ത് പെയിൻറ്റ് മാറ്റിയിട്ടാണ് അത് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ അതെപ്പോഴും ചെയ്യുന്നത് പാനലിൻ്റെ അടിയിൽ നിന്നാണ് ചെയ്യുക. ഫുള്ള് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ പെയിൻറ്റിൻ്റെ മുകളിൽ നിന്നാണ്, ക്ലിയർ കോട്ടിൻ്റെ മുകളിൽ നിന്നാണ്. അത് കൂടുതലും മാഗ്നറ്റൈസ്ഡ് ആയിട്ടുള്ളൊരു മെഷീനാണത്. സാധാരണഗതിയിലുള്ള ഏത് ഗാരേജിൽ ചെന്നാലും അവരത് ടിങ്കറിങ് ആൻഡ് പെയിൻറ്റിങ് പ്രിഫർ ചെയ്യുന്നതിന് കാരണം അതിനാണ് കൂടുതൽ കോസ്റ്റ് അവർക്ക് മേടിക്കാൻ പറ്റുക. അതായത് പെയിൻറ്റിങ്ങും വരും. അപ്പോൾ നല്ലൊരു എമൗണ്ട് ഉപഭോക്താവിന് ഈടാക്കാൻ പറ്റും. സർവീസ് സെൻ്ററിൻ്റെ കാര്യം വിട്ടുതരാം. അവർ അത് ഒരിക്കലും ചെയ്യത്തില്ല. അവരെ പഠിപ്പിച്ചിരിക്കുന്നത് അത് പാനൽ ഉൾപ്പെടെ മാറ്റി റീപെയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരെ പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അതിനുള്ള പ്രശ്നം, ഈ റീപെയിൻറ്റിങ് എന്ത് കാട്ടിയാലും ഫാക്ടറി ഫിനിഷ് ഒരിക്കലും കിട്ടാൻ പോകും. ഈ മാനുവലായിട്ട് എത്ര കഴിവുള്ള പെയിൻറ്റർ ആയാലും എന്ത് മലക്കം മറിഞ്ഞാലും ആ റോബോട്ടിക്കായിട്ട് ചെയ്യുന്ന ആ ഈവൻ തിക്നെസ്സിലുള്ള പെയിൻറ്റ് കവറേജ് ഒരിക്കലും കിട്ടില്ല. പല സ്ഥലത്തും ഒന്നല്ലെങ്കിൽ പെയിൻറ്റ് ഇച്ചിരി കൂടുതൽ ഒരു സ്ഥലത്ത് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ക്ലിയർ കോട്ട് കൂടുതലായിരിക്കും. അതായത് ഈവൻ ആയിരിക്കില്ല. പിന്നെ സർവീസ് സെൻ്ററിലാണെങ്കിൽ അവർ ആ പാനൽ മൊത്തമായിട്ടേ അവർ പെയിൻറ്റിങ് ചെയ്യുള്ളൂ മിക്കവാറും കേസുകളിൽ. അപ്പോൾ അത് നല്ലൊരു കോസ്റ്റിലെത്തും. അതോടെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യേണ്ടി വരും. ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ടാണ് ശരിക്കും നെറ്റ് നമുക്ക് നഷ്ടം വരും ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ച്. അതായത് അടുത്ത കൊല്ലത്തെ NCB, പിന്നെ IDVയിലുള്ള കുറവ്, അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും. അവരൊരിക്കലും സ്പോട്ട് പെയിൻറ്റിങ്ങിന് പ്രിഫർ ചെയ്യില്ല ഒരിക്കലും. അതായത് അവർ പറയും പെയിൻറ്റിൻ്റെ കളറിൽ ഡിഫറൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ. പക്ഷേ എന്നാൽ അവർ ആ ഒരു പാനലടിച്ചാലും അടുത്ത പാനലുമായിട്ട് നോക്കുമ്പോൾ അതിനും ഡിഫറൻസ് ഉണ്ടാവും. എന്ത് കാട്ടിയാലും ആ ഒരു മിക്സിൽ ചെയ്തു വരുന്ന ആ പെയിൻറ്റ്, ആ ബാച്ചിൽ വരുന്ന പെയിൻറ്റ് അല്ലാണ്ട് വേറൊരു ബാച്ചിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ഈവൻ കമ്പനി തന്നെ അടിച്ചാൽ തന്നെയും കളറിൽ ചെറിയൊരു ഡിഫറൻസ് വരും. അത് സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ആ പെയിൻറ്റിങ് ഒന്നല്ലെങ്കിൽ ഒഴിവാക്കുക, അല്ലെങ്കിൽ അത് ചെയ്യേണ്ട ഏരിയ വളരെ ചുരുക്കുക. അതായത് സ്പോട്ട് പെയിൻറ്റിങ്ങിനുള്ള ഓപ്ഷനും അങ്ങനെ ചെയ്യാനും പറ്റും. അതിനെക്കുറിച്ച് ആദ്യ റിപ്പയറിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഇടുന്നതാണ്. സ്പോട്ട് പെയിൻറ്റ് ചെയ്യുമ്പോഴുള്ള വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏരിയ വളരെ വളരെ ചുരുങ്ങിയതായതുകൊണ്ട് ഈവൻ ചെറിയൊരു ഡിഫറൻസ് പെയിൻറ്റിലുണ്ടെങ്കിൽ തന്നെയും അതൊരു ഫൈനൽ പോളിഷിങ്, ആ ഫിനിഷിങ് സ്റ്റേജ് കഴിയുമ്പോൾ ഒരിക്കലും അത് ആ ഡിഫറൻസ് എടുത്തു കാട്ടില്ല. അല്ലെങ്കിൽ അത്ര അടുത്ത് പോയി ചെന്ന് നോക്കിയാൽ മാത്രം, അങ്ങനെ പ്രത്യേകിച്ച് അറിയാവുന്നവർ ചെന്ന് നോക്കിയാൽ മാത്രമേ അത് കണ്ടുപിടിക്കുള്ളൂ. ഇല്ലെങ്കിൽ സ്പോട്ട് പെയിൻറ്റ് ചെയ്ത അത് ഒരിക്കലും തിരിയില്ല. പിന്നെ ഏതൊരു പെയിൻറ്റിന് ഫിനിഷിലുണ്ടാവുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഒരു ഓറഞ്ച് പീൽ എന്ന് പറയും. ഓറഞ്ച് പീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓറഞ്ചിൻ്റെ തൊലിപ്പുറം ഉള്ള ഒരു റഫ്നെസ് ഉണ്ടല്ലോ, ആ റഫ്നെസ് നമുക്ക് ഈ പോളിഷിങ്ങും എല്ലാം കഴിഞ്ഞാൽ തന്നെയും സൈഡിൽ നിന്ന് നമ്മൾ റിഫ്ലക്ഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ എടുത്തു കാട്ടും. അതായത് ഓറഞ്ചിൻ്റെ ആ തൊലിപ്പുറത്തുള്ള ആ ഒരു റഫ്നെസ് സർഫസ് നല്ല തിളങ്ങി തന്നെ നിൽക്കും. പക്ഷേ എന്നാലും ആ ഓറഞ്ച് പീൽ ഉള്ളതുകൊണ്ട് നമുക്ക് ആ റിഫ്ലക്ട് ചെയ്ത് വരുന്ന ഇമേജ് ശരിക്കും നോക്കുമ്പോൾ, സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു അൺഈവൻനെസ് നമുക്ക് അറിയാൻ പറ്റും. ഫാക്ടറി ഫിനിഷിലും ആ ഇതുണ്ടാവും, അത് കുറവായിരിക്കും. പക്ഷേ അത് മാനുവലായിട്ട് ചെയ്യുമ്പോൾ അത് നല്ലോണം ഉണ്ടാവും, ശരിക്കും എടുത്തു കാട്ടും. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിഫ്ലക്ഷൻസ് കുറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വണ്ടിയുടെ തിളക്കം കുറയും. അപ്പോൾ ഫാക്ടറി ഫിനിഷിനേക്കാളും വേറൊരു ഫിനിഷായിരിക്കും റീപെയിൻറ്റ് ചെയ്ത ഫിനിഷ്. അത് ഈ ഈവൻ ഫിനിഷ് ആക്കാൻ നമുക്ക് പറ്റും. അത് ഡീറ്റെയിലിങ്ങിൽ വരുന്നതാണ്. അതായത് നമ്മൾ പോളിഷിങ് ആൻഡ് പെയിൻറ്റ് കറക്ഷനകത്ത് വരുന്ന ഒരു കൺസെപ്റ്റാണ്. അതിനെക്കുറിച്ചും അതൊരു സീരീസ് ഓഫ് വീഡിയോസാണ്. ആ ഡീറ്റെയിലിങ്ങിൻ്റെ വീഡിയോസ് ഞാനൊരു പ്ലേലിസ്റ്റ് പോലെയാണ് അതില്ല. അതൊരു കുറേ വീഡിയോസ് ഉണ്ടാവും. അത് ട്യൂട്ടോറിയലായിട്ട് തന്നെയാണ് അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കുറേ വീഡിയോസ് ഉണ്ടാവും. അത് ഞാൻ വരുന്ന വീഡിയോസിൽ ഞാനതില്ല. ഇപ്പോൾ ഏകദേശം PDRനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. PDR അത് ഒന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാം. അതാണ് അങ്ങനെ ആൾക്കാരെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നാണ് ഞാൻ ഈ വീഡിയോസുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ല, ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് കൊടുക്കുമ്പോഴും
നിങ്ങൾക്കത് ഉപകാരപ്പെടും. എന്ത് കാര്യം ചെയ്യിക്കുമ്പോഴും നമ്മൾ എന്താണെന്ന് അറിഞ്ഞിട്ട് ഒരു പുറത്തു കൊടുത്ത് ചെയ്യിക്കുകയാണെങ്കിലും അതിൻ്റെ വ്യത്യാസം ഉണ്ടാവും. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ അത്രയും കുറച്ചേ പഠിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ എത്ര എഡ്യൂക്കേറ്റഡ് ആവുന്നു അത്രയും നല്ലത്. ഇനി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടും നമുക്ക് എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ വണ്ടികളിൽ ഈ കനം കുറഞ്ഞ തകിട് വരുന്നതെന്നും എത്ര ഈസി ആയിട്ട് നമുക്ക് ഈ മെറ്റലിനെ നമുക്ക് പഴയ ഷേപ്പിലോട്ട് വരുത്താൻ പറ്റും. അത് റീപെയിൻറ്റിങ്ങോ ഒന്നും ചെയ്യാണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഇതിൽ നിന്നൊരു ഐഡിയ കിട്ടും. വണ്ടി ഡസ്റ്ററാണ്. വണ്ടിയുടെ ആ റിയർ ഫെൻഡറിൽ ഒരു പകുതി ഭാഗം വെച്ചിട്ട് അകത്തേക്ക് നല്ലൊരു ഡെൻറ്റ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ വീഡിയോ എടുത്തത് എൻ്റെ ഫ്രണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്കാണ് എടുത്തത്. പക്ഷേ ഡെൻറ്റ് കുറേ കൂടെ ഡീപ്പായിരുന്നു. നിവൃത്തി കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് എടുത്തത്. എന്നാലും ഈ ഞാൻ ഈ കാണിക്കുന്ന മെത്തേഡ് തന്നെ വെച്ച് സുഖമായിട്ട് ചെയ്യാൻ പറ്റും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. പക്ഷെ ടൂൾസ് ഒന്നും എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. പുള്ളിയുടെ കയ്യിൽ ഒരു മൊബൈൽ ഹോൾഡർ ഉണ്ടായിരുന്നു വണ്ടിയിൽ. ആ മൊബൈൽ ഹോൾഡർ സെക്ഷൻ ഉണ്ടല്ലോ, ആ സെക്ഷൻ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ ഡെൻറ്റ് വലിച്ചെടുത്തത്. അത് നമുക്ക് അകത്തുനിന്ന് ചെയ്യാൻ പറ്റും. ചെയ്യുന്നത് അതിന് അകത്ത് മറ്റേ ബൂട്ട് സ്പേസിൻ്റെ അകത്തുനിന്നുള്ള ആ പ്ലാസ്റ്റിക് പാനലൊക്കെ ഊരണം. അപ്പം അതിന് സമയം എടുക്കുന്നതുകൊണ്ടാണ് സെക്ഷൻ എടുത്തത്. രണ്ട് രീതിയിലും അത് ചെയ്യാമായിരുന്നു. ഇതുപോലെ ചെയ്യുന്ന സെക്ഷനേക്കാളും കുറച്ചുകൂടെ എളുപ്പമായിരുന്നു അതിനകത്തുനിന്ന് തള്ളിയിരുന്നെങ്കിൽ. പക്ഷേ പാനലെല്ലാം അഴിക്കേണ്ടതായതുകൊണ്ട് അതിന് പകരം സെക്ഷൻ തന്നെ ഉപയോഗിച്ചു. പിന്നെ വലിക്കാൻ നേരത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്. വലിക്കുമ്പോൾ ആ കറക്റ്റ് പാനൽ എന്തുമാത്രം പുറത്തേക്ക് വരണം എന്നാലും വെച്ചിട്ടായിരിക്കില്ല ആ പാനൽ പുറത്തേക്ക് വരിക. നമ്മൾ സെക്ഷൻ വെച്ച് ചെയ്യുമ്പോൾ ഒരു ഫോഴ്സിന് ഇങ്ങനെ വലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചൊരു ഹമ്പ് ഉണ്ടാവും വലിക്കുന്ന ഫോഴ്സ് അനുസരിച്ച് ആ വലിക്കുന്ന ഭാഗത്ത്. അപ്പോൾ അത് പുറത്തേക്ക് എടുത്തതിന് ശേഷം അകത്തേക്ക് പിന്നെ പതുക്കെ പുഷ് ചെയ്ത് ആ പഴയ എത്രയാണോ ആ പാനലിൻ്റെ സർഫസിന് ഉള്ള അത് വേണ്ടത് അത്രയും വെച്ചിട്ട് അത് തിരിച്ച് അകത്തേക്ക് തള്ളി അതാക്കുക. അങ്ങനെ പുഷ് ആൻഡ് പുൾ, അങ്ങനെ ആ രീതിയിലാണ് മെറ്റൽ ആ പഴയ രീതിയിലോട്ട് ആക്കുന്നത്. ശരിക്കും എപ്പോഴും ആ ഡെൻറ്റിൻ്റെ സിവിയറിറ്റി അനുസരിച്ച് അതിൻ്റെ സൈഡിൽ നിന്നാണ് എപ്പോഴും തുടങ്ങേണ്ടത്. നേരെ നടക്കുന്ന വലിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഷാർപ്പ് ആയിട്ടുള്ള എഡ്ജസിന് രീതിയിലുള്ള വളവാണ് സൈഡിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പെയിൻറ്റ് പെട്ടെന്ന് ക്രാക്ക് ചെയ്യും. അപ്പോൾ സൈഡിൽ ആ ഷാർപ്പായിട്ടുള്ള എഡ്ജസിൻ്റെ അടുത്തുനിന്ന് വലിച്ചു തുടങ്ങും. എന്നിട്ട് ആ ഡെൻറ്റിൻ്റെ അകത്തെ ഭാഗത്തേക്ക് പോവാം. പിന്നെ ആ പാനൽ തന്നെ പുറത്തേക്ക് വരാൻ പാകത്തിന് വേറെ ഒരു മെത്തേഡാണ്. ആ പാനലിൻ്റെ സൈഡിൽ ഈ വളഞ്ഞു കഴിയുമ്പോൾ ആ പാനലിന് ഒരു ഹമ്പ് പോലെ ഉണ്ടാവും ആ ഭാഗത്ത്, ആ സൈഡ് എഡ്ജസിൽ. ആ എഡ്ജസിൽ നമ്മൾ അകത്തേക്ക് പുഷി അല്ലെങ്കിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ നടുഭാഗം അകത്തുനിന്നുള്ള ആ ഡെൻറ്റായിട്ടുള്ള ഭാഗം കുറച്ച് പുറത്തേക്ക് പോരും. അതുകൊണ്ടാണ് ഞാൻ ആ കൈ കൊണ്ട് ഇടിക്കുന്നത്. അപ്പോൾ ആ കൈ കൊണ്ട് ഇടിക്കുന്നതോറും ആ ശരിക്കും അകത്തേക്ക് ആ ഇടിക്കുന്ന ഭാഗം കുഴിയല്ല ചെയ്യുന്നത്. അതിന് പകരം ആ ഡെൻറ്റായിട്ടുള്ള ഭാഗത്തുനിന്ന് ആ മെറ്റൽ കുറേ പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുറച്ചെങ്കിലും ഒരു ഐഡിയ ഇതിനെക്കുറിച്ച് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ചെയ്യാനൊരു പ്രചോദനം എന്നുള്ള രീതിയിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പോകുന്ന വഴിക്കാൻ മണിയും കൂടെ അടിച്ചു പോവുക. അപ്പോൾ ഇനി വരുന്ന ഫ്യൂച്ചർ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായി വെയിറ്റ് ചെയ്യുക. ടേക്ക് കെയർ, ബൈ.